ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ആ കുഞ്ഞിൻ്റെ ഒരു വാർത്ത ഉണ്ടായില്ലേ, ഒരു 1.5 വയസ്സായ ഒരു കുഞ്ഞിൻ്റെ. അപ്പോൾ എനിക്ക് തോന്നി ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു, നീ അത് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുവരെ ഞാൻ അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞല്ല, ഞാനൊരു നിൻ്റെ സബ്സ്ക്രൈബറാണ്, അപ്പോൾ നീ അത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, വീഡിയോസായിട്ടല്ല കാണുന്നത്. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടത്. അപ്പം ഞാനിങ്ങനെ വായിക്കുകയാണ് ചെയ്തത്. അത് വായിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ ആ കുട്ടിയോട് ചെയ്ത എന്താ പറയുക ക്രൂരതകൾ, ഓരോ കാര്യങ്ങൾ, ഇങ്ങനെ സിഗരറ്റ് കുത്തുക, പിന്നെ അതുപോലെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുക, അങ്ങനെ ഓരോ സാധനങ്ങൾ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമമായി എനിക്കത് കണ്ണ് നിറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അത് വായിക്കാൻ പറ്റിയില്ല ബാക്കിയുള്ളത്. അത്രയും വിഷമമായി. കാരണം ഞാനൊരു അമ്മയാണ്, ഒരു 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ. എനിക്കപ്പോൾ അത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്താ അത് ഇങ്ങനെ, എൻ്റെ അമ്മ എങ്ങനെ ചെയ്യാൻ പറ്റി പറയുമ്പോൾ അമ്മയുണ്ട് അടുത്ത്. ഇത് കുട്ടി അഖില എന്നാണ് കുട്ടിയുടെ അമ്മയുടെ പേര്. അഖിൽ എന്നാണ് അച്ഛൻ്റെ പേര് തോന്നുന്നു. അയാൾ മരിച്ചു, ഒരു 1.5 വർഷം മുന്നേ മരിച്ചു. അപ്പോൾ ആ ലേഡിക്ക് പിന്നൊരു വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി, അഷ്കർ എന്ന് പറഞ്ഞിട്ടൊരു. അവരത് കഴിഞ്ഞിട്ടൊരു വാടക വീട്ടിലൊക്കെയാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് തന്നെ ഈ കുട്ടിയുടെ മേത്ത് ഇങ്ങനെ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബന്ധുക്കൾക്ക് എന്തോ സംശയം ഒക്കെ തോന്നിയിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, എനിക്കത് ആലോചിക്കുന്നത് തന്നെ എന്താ പോലെ. ഈ അമ്മയ്ക്ക് എങ്ങനെ ഇതിങ്ങനെ കണ്ട് നിൽക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മുടെ മക്കൾ കുറുമ്പ് കാണിക്കുമ്പോൾ നമ്മൾ വഴക്ക് പറയും, അല്ലെങ്കിൽ നമ്മൾ ഒരു അടിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. അത് അപ്പോഴത്തേക്കേ ഉള്ളൂ. പക്ഷെ നമ്മളല്ലാതെ വേറൊരാൾ അവരെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഈ സ്ത്രീക്ക് ഓക്കെ, ശരിയാണ്, ഭർത്താവ് മരിച്ചു, അവർക്ക് വേറൊരു ജീവിതം വേണ്ടെന്നൊന്നും ആർക്കും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഓക്കെ, അവർക്ക് നമുക്കറിയാലോ, നമ്മളൊരാൾ പെരുമാറുന്ന പെരുമാറ്റങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടീനെ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്നുള്ളതൊക്കെ തിരിച്ചറിയാനുള്ള ബോധമൊക്കെ ആയിട്ടുള്ള സ്ത്രീ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനുള്ള ബോധമൊക്കെ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഓക്കെ, ഇവർക്കത് അയാളൊപ്പം തന്നെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ കുട്ടീനെ അയാൾക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ എത്രയോ വഴികളുണ്ട്. അമ്മത്തൊട്ടിൽ പോലുള്ള കാര്യങ്ങളുണ്ട്, അതല്ലെങ്കിൽ അനാഥാലയങ്ങളുണ്ട്, അതും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. അവർക്കൊക്കെ കൊടുത്തൂടെ? ഇനിയിപ്പോൾ പോട്ടെ, ഇയാൾ ഓക്കെ, ഇയാളുടെ കണ്ണ് വെട്ടിച്ച് പോകാൻ പറ്റുന്നില്ല എന്തെങ്കിലും ആണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഇയാൾ പുറത്ത് പോകുന്ന സമയങ്ങളുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ ചെന്നിട്ട് ഈ സ്ത്രീക്ക് പറഞ്ഞുകൂടെ, എനിക്കിങ്ങനെ ഇയാളെ ഇഷ്ടമാണ്, എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ്, എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ കുഞ്ഞിനെ അയാൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം അതൊരു അപകട സിറ്റുവേഷനാണ് കുട്ടി കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതിനൊരു വഴി ഉണ്ടാക്കണം, ഈ കുട്ടീനെ ഭദ്രമായ ഒരു കൈകളിൽ ഏൽപ്പിക്കണം എന്നൊക്കെ ഇവർക്ക് എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ചെന്ന് പറയാമായിരുന്നു. ഓക്കെ, ഇനി അവരേനെ പുറത്ത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണെങ്കിൽ ഫോണില്ലേ കയ്യിൽ, നമുക്ക് ഫോൺ വഴിയെങ്കിലും ഒരു 5 മിനിറ്റോ ഒക്കെ ബന്ധപ്പെടാലോ, ആരെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് വിളിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമായിരിക്കും. അതല്ലാതെ ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം കഷ്ടമാണ്. അതിന് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമില്ല, അതിന് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അതിൻ്റെ അച്ചാച്ചനും അച്ഛമ്മയൊക്കെ തയ്യാറാണെന്ന് പറയുന്നു കുഞ്ഞിനെ നോക്കാനായിട്ടും, അവരുടെ അടുത്ത് ഏൽപ്പിക്കാം. ഇനിയിപ്പോൾ അതല്ല, ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായാലോ എന്ന് തോന്നുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെ ഏൽപ്പിക്കായിരുന്നില്ലേ? എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഈ പറയണ പോലെ ഈ കുഞ്ഞിനെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ സ്റ്റാറ്റസ് ആക്കിയിട്ട്, അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു, അയ്യോ അത് കാണുമ്പോൾ സങ്കടം വരുന്നു, ആ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മമാരായ ഒരുപാട് ആളുകൾ അത് ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്. കാരണം അമ്മമാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. സ്വന്തം കുഞ്ഞിനെയോ അല്ലെങ്കിൽ അതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത്
ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എനിക്ക് മനസ്സിലാവില്ല, ഇങ്ങനെ കുറേ ആളുകൾ അല്ലേ, കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു, ഭാര്യയെ ഉപദ്രവിക്കുന്നു. ഭാര്യ ഈ പറയുന്ന പോലെ പ്രസവിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് തടിയൊക്കെ വെച്ച് ഒന്ന് കരുവാളിച്ച് ഭംഗിയൊക്കെ പോയി കഴിയുമ്പോഴേക്കും അവർക്ക് അവരുടെ ഓഫീസിൽ അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഒരുപാട് സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ അത്യാവശ്യം കുറച്ച് കളറോ അല്ലെങ്കിൽ കുറച്ച് സ്ലിമ്മൊക്കെ ഡെയിലി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് വരിക്കുന്ന പെൺപിള്ളേരോട് അവർക്കൊരു അട്രാക്ഷൻ, അപ്പോഴേക്കും അവർ മെസ്സേജ് അയക്കുന്നു, പിന്നെ കാണുന്നു, ചായ കുടിക്കാൻ പോകുന്നു, അങ്ങനെ ഓരോ മെസ്സേജ് രാത്രിയും പകലില്ലാതെ മെസ്സേജൊക്കെ അയക്കുന്നു. എന്തിനു വേണ്ടിയാണ് അവരിപ്പോൾ അവരുടെ ഓപ്പോസിറ്റ് വൈഫ് ആണെങ്കിലും അവരൊക്കെ കഷ്ടപ്പെടുന്നത് അല്ലേ? അവരത്രയും ബുദ്ധിമുട്ടി പ്രസവിച്ച് പകലോളം ഉറക്കമില്ലാതെ ഒന്നും ഉറങ്ങാൻ പറ്റാതെ എടുത്ത് നടന്ന് പുറം കടച്ചിലെ കാര്യങ്ങൾ, നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ആയാലും പക്ഷെ അവർ പരമാവധി സ്ത്രീകൾ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കാറില്ല. അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രം അവർ സന്തോഷമായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരൊക്കെയാണ് അവരെന്നെ നോക്കുന്നത്. അതുപോലും അവർ ചില സമയത്ത് ആളുകൾ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ചോദിച്ച് പരമാവധി അമ്മമാരെന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്ന ആളുകളാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുന്നത് അല്ലേ? അതിപ്പോൾ വൈഫായിക്കോട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, എങ്ങനെയാണ് പാർട്ട്ണറെ മറന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഇപ്പോൾ ഓക്കെ, അതൊക്കെ വലിയ ആളുകളാണ്, അവർക്ക് അത് തരണം ചെയ്യാനുള്ള മനസ്സുണ്ടാവും, അല്ലെങ്കിൽ അത് പോട്ടെ എന്നൊക്കെ വിചാരിക്കാനുള്ള ഒരു മനസ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അവരതിനോട് കുറച്ച് വലിയ ആളുകളായ കാരണം അവരതിനോട് എന്താ പറയുക, അതങ്ങോട്ട് അങ്ങനെ അവർ സെറ്റായി പൊക്കോളും അവർ. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ കാര്യമോ അല്ലേ, അവർ അവരുടെ സ്വന്തം ഒരു ഇഷ്ടത്തിന് വേണ്ടി സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് ആ കുഞ്ഞിൻ്റെ മുഴുവൻ കാര്യങ്ങൾ പറയാറ് പോലും ആയിട്ടുണ്ടാവില്ല അല്ലേ? അവൻ്റെ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അവൻ്റെ ഇഷ്ടങ്ങളായിക്കോട്ടെ ഒന്നും എന്താ പറയുക തുറന്ന് പറയാറ് പോലും ആവാത്തൊരു കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തരം ആളുകളാണ്. ഇതിപ്പോൾ ഇന്നാൾ കണ്ടില്ലേ, പ്രസവിച്ചിട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത് പുറത്ത് കൊണ്ടുപോയി കളയുന്നു. എത്ര നിസ്സാരമായിട്ടാണ് പല കാര്യങ്ങളെയും അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടേക്കാണ് ഈ ലോകത്തിൻ്റെ പോക്കെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ അമ്മോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്താ തോന്നുക, ഇതിന് മുന്നേ നടന്നിട്ടുള്ള സംഭവമല്ലേ, ഇതിപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ എന്ന് പലർക്കും ചിലപ്പോൾ തോന്നുമായിരിക്കില്ലേ. ശിക്ഷയൊക്കെ ഭയങ്കര ഇതാവണം കേട്ടോ ഇതിനൊക്കെ. നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ അയാളേനൊക്കെ ആ കുഞ്ഞിന് എന്തൊക്കെ മുറിവുകളുണ്ടോ അതേപോലെയുള്ള വേദനകളൊക്കെ അയാൾ അനുഭവിക്കണം. സിഗരറ്റ് കൊണ്ട് അയാളുടെ കാലുമ്പിൽ കുത്തണം, അങ്ങനെ ഓരോ കാര്യങ്ങളും അയാൾക്കത് എന്താ പറയുക, അയാൾ ഫേസ് ചെയ്യണം അത് അല്ലേ? അല്ലാതെ മറ്റൊരാൾക്ക്, ഈ ചില ആളുകൾ കണ്ടില്ലേ കുട്ടികളെ പിച്ചും ഉപദ്രവിക്കും, എന്നിട്ട് അത് കരയുന്നത് കാണുമ്പോൾ അവർ ഭയങ്കര സന്തോഷം. ഓരോരോ സൈക്കോകളാണ്. പക്ഷെ ആ കുഞ്ഞ് എന്ത് പഴിച്ചു? ഇവർക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഭദ്രമായ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ച് അതിനെ ഉപദ്രവിക്കാത്ത രീതിയിൽ അവർക്ക് ജീവിക്കായിരുന്നില്ല. ഇതിപ്പോൾ അവർക്കൊരു ജീവിതം ഇല്ലാണ്ടായി, ആ കുഞ്ഞിനൊരു ജീവിതം ഇല്ലാണ്ടായില്ലേ? അതൊക്കെ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനതിൻ്റെ അമ്മയെ കാണുമ്പോൾ പോലും അത് പേടിച്ചിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ, ഉപദ്രവിക്കണാവോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ? അത് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്തുണ്ടല്ലോ, ആളെന്നൊന്നും ചെയ്യില്ല, എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കും എന്നുള്ളൊരു തോന്നൽ ആ കുഞ്ഞു മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും അതൊക്കെ എങ്ങനെ എന്താ പറയുക കാണാതെ പോകാൻ പറ്റുന്നൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ അമ്മേ, എനിക്കത് ആലോചിക്കുമ്പോഴേ വിഷമാവുന്നു. എന്താ പറയണ്ടേന്നൊന്നും അറിയുന്നില്ല. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് ആരും കുഞ്ഞുങ്ങളോടൊന്നും. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, അബോഷനായി പോകുന്ന അമ്മമാർ, അതുപോലെ കയ്യിൽ കിട്ടിയിട്ട് നഷ്ടമാവുന്ന അമ്മമാർ, വയ്യാത്ത കുഞ്ഞുങ്ങളുള്ള അമ്മമാർ, ഇവരൊക്കെ എന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജീവനോടെ ഉണ്ടായാൽ മതി, ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്നൊക്കെ വിചാരിക്കുന്ന അമ്മമാർക്കിടയിലേക്ക് ആ കുഞ്ഞിനെ കൊടുത്തിരുന്നെങ്കിൽ എത്ര സന്തോഷമായിട്ട് അത് ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ ഇടയിലൊക്കെയാണ്. അതിനും ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ അവരവരുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ജീവനെ ഇല്ലാതാക്കി. അത് ആ അമ്മയുടെ കൺമുന്നിൽ, ആ അമ്മ
നോക്കി നിന്നു പല കാര്യങ്ങളും അല്ലേ. ആ പെണ്ണ് വിചാരിച്ചിട്ടുണ്ടാവും, എന്താ പറയുക, ഞാനിനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ എന്നെ ഇട്ട് പോയാലോ. ഇട്ട് പോണവർ പോട്ടെ അല്ലേ. അല്ലാതെ ഇതൊക്കെ സഹിച്ചിട്ട് ഒരാളെ നമുക്ക് വേണോ നമ്മുടെ ലൈഫിൽ? പലരും പല രീതികളാണ്. ചിലപ്പോൾ ഒക്കെ അയാൾക്ക് ആ സ്ത്രീക്ക് കുഞ്ഞിനേക്കാളും വലുത് അയാളായിരിക്കും. അപ്പോൾ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും ആക്കി പോയായിരുന്നില്ലേ? എത്ര നല്ല കാര്യമായിരുന്നു അത്. അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരൊക്കെ എന്താ പറയുക, ഫാമിലിയായിട്ട് ജീവിക്കുന്നവർ ആ ഒരു ഫാമിലിയെ നല്ല റെസ്പെക്റ്റോടു കൂടി, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഹാപ്പി ആയിട്ട് വയ്ക്കാൻ ശ്രമിക്കും കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. കുഞ്ഞുങ്ങൾക്കെല്ലാം മനസ്സിലാവും. നമ്മൾ വിചാരിക്കേണ്ട ഒരു ചെറിയ കുഞ്ഞുങ്ങളല്ലേ, അവനൊന്നും അറിയില്ല, അല്ലെങ്കിൽ അവൾക്കൊന്നും അറിയില്ല, ഞങ്ങളിപ്പോൾ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ല കേട്ടോ, അവരുടെ ആ കുഞ്ഞു മനസ്സിനെ ഓരോ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ പെരുമാറ്റങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ സന്തോഷങ്ങളായിക്കോട്ടെ, എല്ലാം അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരാ കുഞ്ഞു മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് അവരുടെ പഠിപ്പിനെ ബാധിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ഭാവിയിൽ അവരൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിൽ അതുണ്ടായിരിക്കും. അപ്പോൾ നല്ല രീതിക്ക് ഫാമിലിയായിട്ട് മുന്നോട്ട് പോവാം എന്ന് മനസ്സുള്ളവർ മാത്രം കല്യാണം കഴിക്കും. അതുപോലെ മറ്റുള്ളവർ കല്യാണം കഴിയുമ്പോഴേക്ക് കുട്ടികളായില്ലേ എന്ന് ചോദിക്കുന്നവർ ചോദിച്ചോട്ടെ. നിങ്ങളെപ്പോൾ മനസ്സുകൊണ്ടൊരു കുഞ്ഞിനെ നോക്കാൻ പ്രാപ്തരാകുന്നു, അല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്, എന്തൊക്കെ പ്രശ്നം വന്നാലും ആ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്നുള്ള നിങ്ങളെപ്പോൾ ഓക്കെ ആവുന്നു അപ്പോൾ മാത്രം നിങ്ങളൊരു കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർ ആവുക, ആ കുട്ടിക്ക് ജന്മം കൊടുക്കുക. അല്ലാതെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ ആ പാവത്തിൽ കെട്ടിവെക്കരുത്. അതിൻ്റെ പേരിൽ അതിനെ ഉപദ്രവിക്കരുത്. പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാവും, ഹസ്ബൻഡൊക്കെ ഇങ്ങനെ വേറെ റിലേഷനിലൊക്കെ പോകുമ്പോൾ അവർ മാനസികമായി തകർന്ന് അങ്ങനെയുള്ള ആളുകളും ഉണ്ടായിരിക്കും. നിങ്ങളൊരു കാര്യം ഭർത്താക്കന്മാരോടാണ് കേട്ടോ പറയുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ വിശ്വസിച്ച് അവരുടെ ഫാമിലിയൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ളതാണ് നിങ്ങളുടെ പാർട്ട്ണർ. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ കേട്ടോ. അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യാണ്. കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ ആ ഹസ്ബൻഡിനോട് നേരിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഓക്കെ, എനിക്ക് നിങ്ങളൊപ്പം താല്പര്യമില്ല, എനിക്ക് വേറൊരാൾ ഇഷ്ടമാണ്, ഓക്കെ നമുക്ക് നിയമപരമായി എങ്ങനെയാണെങ്കിൽ പോവാം, എന്നിട്ട് പോവാം, ഓക്കെ. അതല്ല ഒരു കുഞ്ഞുള്ള ആളുകളാണെങ്കിൽ പരമാവധി അങ്ങനെ ഒരു തെറ്റിലേക്ക് പോവാതിരിക്കുക. കാരണം നിങ്ങൾ ഓക്കെ, നിങ്ങളെ പാർട്ട്ണറെ വിട്ട് നിങ്ങൾ വേറൊരാളുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ പോകുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന്, ചില ആളുകൾ അങ്ങനെയാണ്, ഓഫീസിലൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അത് കുറച്ച് നേരം മെസ്സേജ് അയയ്ക്കുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒന്നൊക്കെ പുറത്തൊക്കെ പോയിരുന്ന് മുടക്കുള്ള സമയത്ത് ഒരു ചായ എന്തെങ്കിലുമൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ വൈഫ് വീട്ടിലില്ലാത്ത സമയത്ത് അത്യാവശ്യം ഇരുന്ന് കുറുകി കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഒരു ആളുകൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണ്ട. നിങ്ങൾ ഫാമിലി നിർബന്ധിച്ചാൽ നിങ്ങൾ പറഞ്ഞേക്കൂ, വേണ്ട എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫാണ് ഇഷ്ടം. കാരണം ഒരാൾക്കും ശല്യമില്ല, അപ്പോൾ ഭാര്യയ്ക്കും ശല്യമില്ല, കുഞ്ഞുങ്ങൾക്കും ശല്യമില്ല, വളർന്നു വരുന്ന അവരെ ഭാവിയിലുള്ള ആളുകൾക്ക് ഒന്നും പ്രശ്നമില്ല. പക്ഷെ അതല്ല, ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു കുഞ്ഞൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അതേ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഭാര്യയെ പറ്റിച്ച് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ കൊടുത്ത് ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ അതിന് പറ്റിയ സെക്ഷലായിട്ട് ആക്കാനാണെങ്കിൽ അതിന് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, അതിനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, മെനക്കെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ ഒന്നറിയാത്ത കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് സ്വന്തം സന്തോഷത്തിന് വേണ്ടി മാത്രം നടക്കരുത്. ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളുള്ള ആളുകളാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഭദ്രമായ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചു പൊക്കോട്ടെ, അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുകയോ മരിക്കുകയോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇതുപോലെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാഴ്ചകളൊന്നും കാണാൻ ഇടവരാതിരിക്കട്ടെ.
എല്ലാ മക്കളും അമ്മമാരുടെയും അച്ഛന്മാരുടെയൊക്കെ കയ്യിൽ സുരക്ഷിതമായി ഇരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നല്ല ദാമ്പത്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പിന്നെന്താ പറയുക, അത്രയൊക്കെ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കാൻ കഴിയട്ടെ. മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ എന്താ കുഴപ്പം? ഇപ്പം അയാളുടെ സ്ഥാനത്ത് ഓക്കെ ആ കുഞ്ഞിനെ ആ സ്ത്രീയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ആളാണെങ്കിൽ എന്താ വല്ല കുഴപ്പമുണ്ടോ? അയാൾ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ കുഞ്ഞിനെ സ്ത്രീ നോക്കുന്നു, അതോ അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കാവുന്ന എവിടെയും സ്ഥലത്താക്കി അവർ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നു. എത്ര സുഖമായി ജീവിക്കാം. അപ്പോൾ ചിന്തിക്കുക, നമ്മുടെ ഒപ്പമുള്ള ആളുകളെയും കാര്യങ്ങളൊക്കെ അവരും ഓക്കെ ആണോ, അവരെയും കൂടി ഓക്കെ ആക്കാവുന്ന രീതിയിലുള്ള, മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പല ആളുകളും പല രീതികളാണ്. ഇപ്പോൾ എല്ലാവരും ഇതൊന്നും മനസ്സിലാക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇതിനെ തന്നെ വീഡിയോയ്ക്ക് തന്നെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ഇതെല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അവരെ ബുദ്ധിമുട്ടിച്ച് കൊണ്ടൊന്നും ഒരു അടിച്ചുപൊളി ലൈഫ് വേണമെന്നൊന്നും ഒരാളും ആഗ്രഹിക്കില്ല, അല്ലേ? അവരെ ഓക്കെ ആക്കാൻ, അവരെ സേഫാക്കാൻ, അവർക്ക് വേണ്ടിയാണ് എല്ലാ അച്ഛനമ്മമാരും കഷ്ടപ്പെടുന്നത്. രാത്രിയും പകലും ഇല്ലാതെ അതുപോലെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന, ഇപ്പോൾ ഈ ജോലിയിലുള്ളവരൊക്കെ തന്നെയാണ് ഈ 6 മാസത്തൊക്കെ ലീവൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനസികമായിട്ട്. ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഈശ്വരാൻ്റെ കുഞ്ഞവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, വല്ലതും കഴിച്ചോ, പാപ്പ് കഴിച്ചാൽ പാല് കഴിച്ചാൽ ഓക്കെ ആണോ, കരയുന്നുണ്ടാവോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ നോക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? അതൊക്കെ ഫേസ് ചെയ്ത് അതൊക്കെ ഇതായിട്ട് തന്നെയാണ് ഓരോ അമ്മമാരും ജോലി ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലേ? അച്ഛന്മാരും അങ്ങനെ തന്നെയായിരിക്കും. ഒക്കെ ഒറ്റയ്ക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ട് ഇരിക്കുന്നവരാണ്. ഈ വൈഫും കുഞ്ഞൊക്കെ ഉള്ള സമയത്താണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഏട്ടനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഓക്കെ അല്ലേ, ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വിളിക്കാറൊക്കെയുണ്ട്. അത് അവരുടെ ഉള്ളിലുള്ള പേടി കൊണ്ടാണ്. അവർ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ അവിടെ അടുത്തില്ലെങ്കിലും അവർ ഓക്കെ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കണത്. അപ്പം എത്ര നല്ല ലൈഫാണ് അതൊക്കെ. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് ഭർത്താക്കന്മാർ മരിച്ചാലും ഭാര്യമാരും മരിച്ചാലും ഒക്കെ വേറെ ലൈഫൊക്കെ വേണമെന്നുള്ളവർക്കൊക്കെ വേറെ ലൈഫ് ആവാം, അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ അതിനെ വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചില്ലാതിരിക്കരുത്. അത് വേണ്ടിത്തരം തന്നെയാണത്. അപ്പം അത്രയൊക്കെയുള്ളൂ മായ. ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആ കുഞ്ഞിനി അടുത്ത ജന്മെങ്കിലും നല്ല ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിക്കാൻ കഴിയട്ടെ. ഒരുപാട് സ്നേഹത്തോടെ അവനെ ഇങ്ങനെ കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കുന്നൊരു ഫാമിലിയിൽ ജനിക്കാൻ അവന് കഴിയട്ടെ. ആയുസ്സോടും ആരോഗ്യത്തോടും ഒക്കെ കൂടി ഒരുപാട് കാലം അവൻ അടുത്ത ജന്മത്തിൽ ജനിക്കട്ടെ. നമുക്കൊക്കെ അവനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഓക്കെ, നമസ്കാരം.